രാമായണ മാസത്തിലെ നാലമ്പല ദർശനത്തിന് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയതായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ. ഏതാനും വർഷം മുമ്പ് ആരംഭിച്ച തിരുവില്ലാമല നാലമ്പല ദർശനത്തിന് 10,000-കണക്കിന് ഭക്തരാണ് എത്തിച്ചേരുന്നതെന്നും രവീന്ദ്രൻ പറഞ്ഞു. തൃപ്രയാർ, ഇരിങ്ങാലക്കുട, മുഴിക്കുളം, പായമ്മൽ നാലമ്പല ക്ഷേത്ര ദർശനം കൂടാതെയാണ് തിരുവില്ലാമല ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രം, കുഴൽമന്ദം, പുൽപ്പരമന്ദം ഭരതക്ഷേത്രം, കുത്തനൂർ ശത്രുഘ്ന ക്ഷേത്രം എന്നിവ ബന്ധിപ്പിച്ച് നാലമ്പല ദർശനം ഒരുക്കുന്നത്. 22 കിലോമീറ്റർ യാത്രയിൽ നാലമ്പല ദർശനം നടത്താമെന്നതും രാമലക്ഷ്മണന്മാരുടെ സന്തത സഹചാരിയായ ഹനുമാനെ തൊഴാനും തിരുവില്ലാമല നാലമ്പല ദർശനത്തിൽ കഴിയും. ദർശനത്തിനെത്തുന്നവരുടെ സൗകര്യത്തിനായി ആരോഗ്യം, ഗതാഗതം എന്നീ വകുപ്പുകളുടെ സഹകരണം ഉറപ്പാക്കിയിട്ടുണ്ട്. കർശന തിരക്ക് പരിഗണിച്ച് ക്ഷേത്രങ്ങളിലെ ദർശന സമയം വർദ്ധിപ്പിക്കുകയും എല്ലാ ക്ഷേത്രങ്ങളിലും അന്നദാനം ഒരുക്കുകയും ചെയ്തിട്ടുണ്ടെന്നും രവീന്ദ്രൻ പറഞ്ഞു. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നാലമ്പല ദർശനം ആരംഭിച്ച് ഇരിങ്ങാലക്കുട, മൂഴിക്കുളം, പായമ്മൽ എന്നീ സ്ഥലങ്ങളിലെ ലക്ഷ്മണന്റെയും അതുപോലെ തന്നെ ഭരതന്റെയും ശത്രുഘ്നന്റെയും ക്ഷേത്രത്തിലാണ് വിഖ്യാതമായിട്ടുള്ള നാലമ്പല ദർശനം നടന്നു വന്നിരുന്നത്. ഏതാനും വർഷങ്ങളായി വില്യാദ്രിനാഥ ക്ഷേത്രത്തിലെ രാമ ലക്ഷ്മണ ദർശനം നടത്തി അതിനെ തുടർന്ന് പിന്നെ പുൽപ്പരമന്ദത്തെ ഭരതക്ഷേത്രവും കുന്നത്തൂർ പഞ്ചായത്തിലെ കൽക്കുളത്ത് ശത്രുഘ്ന ക്ഷേത്രവും ഉൾപ്പെടുന്ന കുത്തന്നൂർ പഞ്ചായത്തിലെ കൽക്കുളത്ത് ശത്രുഘ്ന ക്ഷേത്രവും ഉൾപ്പെടുന്ന നാലമ്പല ദർശനവും കൂടിയുള്ള ഒരു തീർത്ഥാടനം ഏതാനും വർഷങ്ങളായി കൊച്ചിൻ ദേവസ്വം ബോർഡും മറ്റ് ക്ഷേത്രങ്ങളുടെ ഭാരവാഹികളും കൂടി സംയുക്തമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഈ വർഷം അതിനായിട്ടുള്ള പ്രത്യേകമായ സജ്ജീകരണങ്ങൾ നമ്മൾ വില്യാദ്രിനാഥ ക്ഷേത്രത്തിൽ തുടങ്ങി ഈ കുത്തന്നൂരിലെ അതുപോലെ തന്നെ കൽക്കുളത്തെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നാലമ്പല ദർശനത്തിന് ഒരുക്കിയിട്ടുണ്ട്. അവിടെ ആരോഗ്യ സംരക്ഷണത്തിനാവശ്യമായിട്ടുള്ള ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അതിനാവശ്യമായിട്ടുള്ള വിപുലീകൃതമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ദേവസ്വം കമ്മീഷണർ SR ഉദയകുമാർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽകുമാർ, ക്ഷേത്രം പ്രതിനിധികളായ രാമദാസ്, വിജയകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.